വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാഗ് കളക്ഷൻ വീഡിയോ ആണ്. കുറെ നാള് മുന്നേ മുതൽ ഇപ്പൊ വരെയുള്ള ബാഗുകളെല്ലാം ഉണ്ട് എന്റെ കളക്ഷനിൽ. ഞാൻ ഒരു +2 പഠിക്കുമ്പോൾ മുതലുള്ള ബാഗ്സ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചധികം ബാഗ്സ് ഉണ്ടാവും. എനിക്ക് ബാഗ്സ് കളക്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളുടെ ഡ്രസ്സ് സ്റ്റൈൽ ചെയ്യാൻ നേരത്തെ കൂടെ ബാഗ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നമുക്ക് ഇപ്പൊ ഒരു ഡൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുവാണെങ്കിൽ ഒരു നല്ല കളർഫുൾ ആയിട്ടുള്ള ബാഗ് ഉണ്ടെങ്കിൽ ആ ഡ്രസ്സിനെ അപ്പൊ തന്നെ അത് അടിപൊളിയാക്കും. അതുകൊണ്ട് ഞാൻ ബാഗ്സ് കുറെ അധികം കളക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പൊ എന്റെ ഈ ഒരു ബാഗ് കളക്ഷൻ നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ ഈ കളക്ഷൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോവുകയാണ്. പിന്നെ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാണ്ടിരിക്കുക. കൂടാതെ തൊട്ടപ്പുറത്ത് ഒരു ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യാം. ബെലൈക്കൺ ഇനേബിൾ ചെയ്യാൻ നേരത്ത് 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് ഫസ്റ്റ് തന്നെ കിട്ടും. ആദ്യം തന്നെ വന്ന് കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ നമുക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. ഇതാണ് എൻ്റെ ഫസ്റ്റ് ബാഗ്. നല്ല യെല്ലോ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്ലിംഗ് ബാഗ് ആണ്. ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള ബാഗാണ്. ഞാൻ അലി എക്സ്പ്രസ് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ് മേടിച്ചത്. 600 റുപ്പീസ് ആണ് എനിക്കായത്. ഓഫറുള്ള ടൈമിലാണ് കേട്ടോ ഞാൻ മേടിച്ചത്. പിന്നെ ഇത് നല്ല ട്രെൻഡി ആയിട്ടുള്ള ബാഗാണ്. പ്രിന്റഡ് സ്ട്രാപ്പാണ് ഇതിന് വരുന്നത്. ഇത് ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു പാറ്റേണിലാണ്. ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് ഒരു എക്സ്ട്രാ ഒരു സ്ലിങ്ങും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്, സ്ട്രാപ്പും കൂടി കിട്ടുന്നുണ്ട്. നമുക്ക് അതുകൊണ്ട് പല ടൈപ്പ് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിന്റെ ഉള്ളിൽ എന്ന് പറയുന്നത് നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഉള്ളൊരു കുഞ്ഞു പോക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കോയിൻസും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഫസ്റ്റ് ബാഗ്, എൻ്റെ ഫേവറേറ്റ് ബാഗ്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മളുടെ സെക്കൻഡ് ബാഗ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ സരോജിനി നഗർ ഹോളിൽ ഞാൻ ഈ ബാഗ് കാണിച്ചിട്ടുണ്ട്. നല്ല ഗോൾഡനും മാറ്റ് ബ്ലാക്കും കൂടിയുള്ള ഒരു ബാഗാണ്. ചെയിൻ സ്ട്രാപ്പാണ് ഇതിന് വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാഗാണ്. എലഗന്റ് ആണ്. ഒരു ഡിന്നറിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ബാഗാണ്. ഇത് ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു പാറ്റേണിലാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പേപ്പർ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ബാഗിന്റെ ഷേപ്പ് പോണത് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു പേപ്പർ അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. ഇതും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബാഗാണ്. ഫോണും അതുപോലെ നമുക്ക് വാലറ്റ്, ചെറിയ വാലറ്റ് കയ്യിലിടാൻ പറ്റും. പിന്നെ ഒരു പോക്കറ്റ് ഉള്ളിലുണ്ട്. പിന്നെ ഇത് നല്ല ഒരു മാറ്റ് ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഒരു ബാഗാണ്. എന്ന് പറയുന്ന ഒരു ഗോൾഡൻ എംബലിഷ്മെന്റ് ഇതിനുണ്ട്. ഇതെന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ്. നമ്മളുടെ മൂന്നാമത്തെ സ്ലിംഗ് ബാഗാണ്. ഇതൊരു ബീച്ച് വൈബുള്ള ഒരു ബാഗാണ് കേട്ടോ. ഇതിൽ നല്ല ഭംഗിയുള്ള ഒരു ട്രോപ്പിക്കൽ ലീഫിന്റെ എംബ്രോയിഡറി വന്നിട്ടുണ്ട്. ഇതും നല്ല ഭംഗിയുള്ള ടാസിലോട് കൂടിയ ഒരു ബാഗാണ്. ബ്ലൂ മെറൂണും കൂടി ഒരു ടാസിലുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് മൊബൈലും കുറച്ചധികം സാധനങ്ങൾ കൊള്ളുന്ന ഒരു ബാഗാണ്. ഇതും ബ്രോഡ് സ്ട്രാപ്പാണ് ഇനി വന്നിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്യുന്ന റൗണ്ട് ടൈപ്പിൽ തന്നെയാണ്. ഹാഫ് റൗണ്ട് ആണ് ഓപ്പൺ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. ഇതിനുള്ള അത്യാവശ്യം നല്ല സ്പേസ് തന്നെയുണ്ട്. ഉള്ളിലൊരു ചെറിയ പോക്കറ്റ് ഉണ്ട്, എല്ലാ സ്ലിംഗ് ബാഗ് പോലെ തന്നെ. ഇതിൽ നമ്മളുടെ അത്യാവശ്യം ഒരു ചെറിയൊരു നോട്ട് പാഡ് വേണമെങ്കിൽ കൊള്ളും. പിന്നെ നല്ലൊരു ഗോൾഡൻ ഗോൾഡൻ സിബാണ് ഇതിന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ബാഗിന് ഇത്തിരി കൂടി ഭംഗി എൻഹാൻസ് ചെയ്യുന്നുണ്ട്. പോർഷനും അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. പിന്നെ അതിന് നല്ല ടാസിലാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ടാസിൽ നല്ല ട്രെൻഡാണ്. പിന്നെ ഈ ബ്രോഡ് സ്ട്രാപ്പിൽ നല്ല ഒരു പ്രിന്റും വരുന്നുണ്ട്. ഫോർത്ത് ബാഗ് ഈ ഒരു ലിനോ പെറോസിന്റെ റെഡ് ബാഗാണ്. ഇതും സ്ലിംഗ് ബാഗ് തന്നെയാണ്. ഇതിൽ നല്ല ഭംഗിയുള്ള ലിനോ പെറോസ് എന്ന് പറഞ്ഞിട്ട് റൈറ്റിംഗ് ഗോൾഡനിൽ പോയിട്ടുണ്ട്. പിന്നെ ഒരു ഹാങ്ങിങ് പോലെ ഉണ്ട് ലിനോ പെറോസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ എംബ്ലം LP എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതിന്റെ ഹാൻഡിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. നമുക്ക് കയ്യിൽ വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ടൈപ്പിലാണ്. സാധാരണ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ. ഇതിന്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമുക്കൊരു നോട്ട്ബുക്ക് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇതിൽ ഒരു ചെറിയ പോക്കറ്റ് ഉണ്ട്. നമുക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതിൽ ഹോൾഡ്. ഇപ്പം അതിൽ എന്തോ കിടപ്പുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു സ്റ്റഡി ആയിട്ടുള്ള ലൈനിങ് ആണ് ഈ ബാഗിന് വന്നിരിക്കുന്നത്. നല്ലൊരു ബാഗാണ് ഓവറോൾ. നെക്സ്റ്റ് നമ്മളുടെ ഫിഫ്ത്ത് ബാഗാണ്. ഇത് ലിനോ പെറോസിന്റെ ബാഗ് തന്നെയാണ്. ഞാൻ ലിനോ പെറോസിന്റെ ഫാനാണ്. അത്രയ്ക്ക് നല്ല ബാഗാണ് അവരുടെ. ഇതൊരു ബ്ലാക്ക് ക്വിൽറ്റഡ് ആയിട്ടുള്ള ബാഗാണ്. ചെയിൻ സ്ട്രാപ്പാണ് ഇനി വന്നിരിക്കുന്നത്. LP എന്ന് പറയുന്ന ലോഗോ ഈ ബാഗിനും കാണാനായിട്ട് പറ്റും. ഇത് ഓപ്പൺ ചെയ്യുന്ന നമ്മൾ സാധാരണ ബാഗ് ഓപ്പൺ ചെയ്യുന്ന പോലെ പൊക്കത്തു നിന്നാണ് ഇതിന്റെ ഓപ്പണിംഗ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല സ്റ്റഡി ആയിട്ടുള്ള ബാഗാണ്. ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ട് ഇതിന് വേണ്ടി. അത്യാവശ്യം നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ ഒരു മൂവിയൊക്കെ കാണാൻ പോവാണെങ്കിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്കിത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഉള്ളിലൊരു ചെറിയ പോക്കറ്റ് ഉണ്ട്. സീക്രട്ട് പോക്കറ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ക്യാഷും കോയിൻസും ഒക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റും. നല്ല സ്റ്റഡി ആയിട്ടുള്ള ബാഗാണ്. ഇത് അത്യാവശ്യം നല്ല എലഗന്റ് ആയിട്ടുള്ള രാത്രി ഡിന്നർ പാർട്ടിക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ് ബാഗാണ് ഇത്. ചെയിൻ നമുക്ക് ഊരി വേറെ ഇടാനായിട്ട് പറ്റും. അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല നമുക്ക്. നല്ല സൂപ്പർ എലഗന്റ് ആയിട്ടുള്ള ബാഗാണ്. നമുക്ക് ഏതൊരു ഔട്ട്ഫിറ്റിനെയും നന്നായിട്ട് തന്നെ സ്റ്റൈലിഷ് ആയിട്ട് നമുക്കിത് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഒരു ബാഗാണിത്. സിക്സ്ത് ബാഗ് മസ്താൻ ഹാർബറിന്റെ ബ്രൗൺ ബാഗാണ്. ഞാൻ മിന്ത്രയിൽ നിന്നാണ് മേടിച്ചത്. 600 റുപ്പീസ് ആണ് ആയത്. ഏതൊരു ഓഫർ ടൈമിൽ മേടിച്ചാണ് കേട്ടോ. നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ബാഗാണ് ഇത്. നല്ല സ്റ്റൈലിഷ് ആണ്. അത്യാവശ്യം നമുക്ക് ഫ്രണ്ട്സുമായിട്ടൊക്കെ പുറത്ത് പോകാൻ നേരത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബാഗാണ്. ഇതിന്റെ ഓപ്പണിംഗ് വരുന്നത് പൊക്കത്തു നിന്നാണ്.
ടൈപ്പാണ്. പിന്നെ അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള സിബ്ബാണ് ട്ടോ. നന്നായിട്ട് തന്നെ ഗ്ലൈഡ് ചെയ്യുന്ന ടൈപ്പ് സിബ്ബാണ്. ഇതിന് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഉള്ളിൽ. നമ്മുടെ ഫോണും അതുപോലെ തന്നെ ഒരു കൊട, ഒരു ചെറിയൊരു കൊട വേണമെങ്കിൽ വെക്കാൻ പറ്റും. പിന്നെ 2 പോക്കറ്റ്സ് ഉള്ളിലുണ്ട്. അത് മാത്രമല്ല ഒരു സിപ്പ് പോക്കറ്റും ഉണ്ട്. പോക്കറ്റ്സ് എല്ലാ ബാഗിനേക്കാളും ഇത്തിരി കൂടുതലാണ് ഈ ബാഗിൽ. നല്ല ട്രെൻഡി ആയിട്ടുള്ള ബാഗാണ്. ബ്രൗൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഔട്ട്ഫിറ്റ്സിൻ്റെയും കൂടെ ഈ ഒരു ബാഗ് പോകും എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മളുടെ 7th സ്ലിംഗ് ബാഗ് ആണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇത്ര കാടത്തിയാണോ എന്ന്. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ട്ടോ. ഈ ഒരു ആനയും ആ ഒരു മിററും ഒക്കെ എൻ്റെ ട്രെൻഡാണ്. എനിക്ക് ഈ ബംഗാളികളെ പോലെ ഡ്രസ്സ് ചെയ്ത് നടക്കണം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ബാഗ് എൻ്റെ വാർഡ്രോബിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ്. ഞാൻ മിക്കവാറും ഇത് യൂസ് ചെയ്യാറുണ്ട്. സ്കേർട്സിൻ്റെ കൂടെയാണ് ഞാൻ ഇത് സ്റ്റൈൽ ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ളൊരു എലിഫന്റിന്റെ എംബ്രോയിഡറിയും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു യെല്ലോ കളറുമാണ് ഇതിനുള്ളത്. ഇത് മതി. നമ്മുടെ മറ്റേ ബാഗ് തുറന്ന പോലെ തന്നെ സെമി സർക്കിൾ ടൈപ്പാണ് തുറക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇതിന്. നമ്മുടെ ബുക്ക് 2-3 ബുക്ക് കൊള്ളും, വേണമെങ്കിൽ വാട്ടർ ബോട്ടിൽ കൊള്ളും, അതുപോലെ തന്നെ നമ്മളുടെ കൊട കൊള്ളും, എല്ലാം കൊള്ളുന്ന ഒരു സൂപ്പർ ഒരു ബാഗാണ്. സ്റ്റൈലിഷ് ബാഗാണ് ഇത്. നമുക്ക് ക്രോസ് ബോഡി ആയിട്ട് ഇടുന്ന ബാഗാണ് കേട്ടോ. ഇത് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല സ്ട്രാപ്പ്, പക്ഷെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതെന്റെ ഫേവറേറ്റ് ആണ്. നെക്സ്റ്റ് 8th സ്ലിംഗ് ബാഗ് ആണ്. നല്ല സ്റ്റഡി ആയിട്ടുള്ള ബാഗാണ് കേട്ടോ. മെറ്റലിന്റെ ബാഗാണ്. ഇത് വെച്ചിട്ട് ഒരാൾക്കിട്ട് അടിക്കുവാണെങ്കിൽ ആ സ്പോട്ടിൽ താഴെ വീഴും. അത്ര സൂപ്പർ സ്റ്റഡി ആയിട്ടുള്ള ബാഗാണ്. ഈ മെറ്റലിന്റെ ബ്ലാക്ക് മെറ്റലിൽ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് സ്റ്റോൺസ്, മാർബിളിന്റെ സ്റ്റോൺസ് ഇതിലിങ്ങനെ പതിപ്പിച്ചിട്ടുണ്ട്. സ്റ്റൈലിഷ് ആയിട്ടുള്ള ബാഗാണ്. മെറ്റലിന്റെ ബാഗാണ്, അതുകൊണ്ട് തന്നെ നല്ല സ്റ്റഡിയാണ്. പിന്നെ ഇത് അത്യാവശ്യം ഈ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. എനിക്ക് എൻ്റെ ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ബാഗാണിത്. ഡൽഹിയിൽ നിന്ന് മേടിച്ച ബാഗാണ് കേട്ടോ. സൂപ്പർ ബാഗാണ്. കാര്യമായിട്ട് ഇതിലൊന്നും കൊള്ളുമൊന്നുമില്ല. ഫോൺ പോലും നമുക്ക് വെക്കാനായിട്ട് പറ്റില്ല. എന്നാലും ഇതെന്റെ സാരി ഉടുക്കാൻ നേരത്തുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബാഗാണ്. നെക്സ്റ്റ് ഈ ഒരു 9th ബാഗാണ്. ഇതൊരു ചോട്ടു ബാഗാണ് ട്ടോ. ഒരു ചോട്ടു നെറ്റ് ബാഗിൽ കുറേയേറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബീഡ്സ് പോയിട്ടുണ്ട്. ചെറിയൊരു ബാഗാണ്. നമുക്കിപ്പോൾ അത്യാവശ്യം ഒരു പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങണമെങ്കിൽ ഫോൺ പോലും വെക്കാൻ പറ്റില്ല ഇതിലും. ഇതിൽ അത്യാവശ്യം ക്യാഷ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇതും അത്യാവശ്യം നല്ല സ്റ്റഡി ആയിട്ടുള്ള ബാഗാണ് കേട്ടോ. സ്പെഷ്യലായിട്ട് ഉള്ളിൽ കള്ളികളൊന്നുമില്ല, ജസ്റ്റ് ഒരു ഭംഗി അത്രേ ഉള്ളൂ ബാഗ്. ഒരു ക്രോസ് ബോഡി ഇടാൻ പറ്റിയ നല്ലൊരു ബാഗ്. നെക്സ്റ്റ് 10th ബാഗാണ്. 10th ബാഗ് ഈ ഒരു ജീൻസിന്റെ ടൈപ്പ് ബാഗാണ് ട്ടോ. അത്യാവശ്യം ഞാൻ പഠിക്കാനൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ബാഗാണ്. ക്രോസ് ബോഡി ഇടുന്ന ബാഗാണ് ഇതും. ഞാൻ ജീൻസിന്റെ കൂടെ നല്ല ഭംഗിയുള്ളൊരു റോസ് പാച്ച് ഈ ഒരു ബാഗിനുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല എലഗന്റ് ആയിട്ട് ആ ഒരു ഭംഗി കൂട്ടും ഇതിന്. പിന്നെ ഒരു ബക്കിൾ സ്ട്രാപ്പ് വരുന്നുണ്ട്. പിന്നെ ഇത് അത്യാവശ്യം സ്റ്റഡി ആയിട്ടുള്ള ബാഗാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്യാവശ്യം കുറേ സാധനങ്ങളും ബുക്കുകളൊക്കെ കൊള്ളും. ഇത് തുറക്കാൻ നേരത്ത് തന്നെ ഫ്രണ്ടിൽ ഇങ്ങനത്തെ ഒരു ഷെൽഫ് ഉണ്ട്. അതിലും അത്യാവശ്യം ഒരു ബുക്കൊക്കെ ഇരിക്കും. പിന്നെ ഉള്ളിലേക്ക് വരാൻ നേരത്ത് നല്ല സ്പേസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സീക്രട്ട് പോക്കറ്റ്സ് ഒക്കെ ഇതിനും ഉണ്ട്. ചെറിയൊരു സ്ട്രാപ്പ് പോക്കറ്റും ഇപ്പുറത്ത് തന്നെ നമുക്ക് കോയിനും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ പോക്കറ്റ് ഒക്കെ ഉണ്ട്. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു ബാഗ് അല്ല കേട്ടോ, ജസ്റ്റ് ഒരു സ്ട്രാപ്പാണ്. ഇത് നമുക്ക് വേറെ ബാഗ്സിന്റെ കൂടെയൊക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. നല്ല സൂപ്പർ ട്രെൻഡി ആയിട്ടുള്ള നമ്മുടെ ബ്രോഡ് സ്ട്രാപ്പാണ്. എനിക്കിപ്പോൾ ഒബ്സഷൻ ആണ് ഇങ്ങനത്തെ ബ്രോഡ് സ്ട്രാപ്സിനോട്. അവിടെ ഞാൻ എക്സ്ട്രാ ഒരു ബ്രോഡ് സ്ട്രാപ്പ് മേടിച്ചു ഇങ്ങനെ അറ്റാച്ച് ചെയ്തിടാൻ വേണ്ടി. നിങ്ങൾ എൻ്റെ മാക്സിന്റെ 1500 rupees ചലഞ്ചിൽ നിങ്ങൾ ഈ ബാഗ് കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ ഫേവറേറ്റ് ആണ്. സ്ട്രാപ്പിന് 350 rupees ആണ് ആയത്. ഇപ്പോൾ ഏതൊരു ബാഗിനെ സൂപ്പർ ആക്കാനായിട്ട് ഇതിന് പറ്റും. ഇത് ഞാൻ അലി എക്സ്പ്രസിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഈ സ്ട്രാപ്പ്. ഇത് നമ്മുടെ 11th ബാഗാണ്. ബാക്ക് പാക്ക് ആണ്. നിങ്ങൾ എൻ്റെ മിക്കവാറും വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവുന്ന ഒരു ബാക്ക് പാക്ക് ആണ്. സ്ട്രോ ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇതിനുള്ളത്. ഇത് ഫേവറേറ്റ് ആണ്. പെർഫെക്റ്റ് സൈസിലുള്ള ബാഗാണ് ട്ടോ. ഇത് ഞാൻ shein.com നിന്നാണ് മേടിച്ചത്. 1000 rupees ആയി. അത്യാവശ്യം പ്രൈസിയാണ് വെബ്സൈറ്റ്. ഇതിന്റെ ഉള്ളിൽ എന്ന് പറയുന്ന അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഞാൻ എൻ്റെ ക്യാമറയും ഫോണും എല്ലാം ഞാൻ ഇതിൽ ഇട്ട് വെക്കാറുണ്ട്. പിന്നെ ഇതിനും അതേ 2 കള്ളികളുണ്ട്. ഒരെണ്ണം സിബിന്റെ കള്ളിയുണ്ട്, പിന്നെ ഒരെണ്ണം ഇങ്ങനത്തെ പോക്കറ്റ് ടൈപ്പും ഉണ്ട്. ഇത് സ്റ്റൈലിഷ് ആയിട്ടുള്ള ബാഗാണ്. ഏതൊരു ഔട്ട്ഫിറ്റിന്റെ കൂടെ, സൽവാറിന്റെ കൂടെ പറ്റില്ല, വെസ്റ്റേൺ ആയിട്ടുള്ള ഏതൊരു ഔട്ട്ഫിറ്റിന്റെ കൂടെയും അടിപൊളിയാണ് ഈ ഒരു കുഞ്ഞു ബാക്ക് പാക്ക്. നെക്സ്റ്റ് ഈ ഒരു 12th ബാക്ക് പാക്ക് ആണ്. ഇത് നിങ്ങൾ എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗ് എന്ന് പറയുന്ന വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. കണ്ടില്ലെങ്കിൽ ഞാൻ ഈ പൊക്കത്ത് ലിങ്ക് ചെയ്യാട്ടോ, നിങ്ങൾ എന്തായാലും കാണണേ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള ഒരു ബാഗാണ് ഇത്. ഇത് അത്യാവശ്യം നല്ലൊരു സ്റ്റഡി ആയിട്ടുള്ള ബാഗാണ്. ബ്രൗൺ കളറാണ് ബാഗ്. മിന്ത്രയെന്നാണ് ഞാൻ എടുത്തത് ഈ ബാഗ്. ഇതും മാസ്റ്റ് ആൻഡ് ഹാർബറിന്റെ ബാഗ് അല്ല, കോഡ് ലൈഫ് സ്റ്റൈലിന്റെ ബാഗാണ് ഇത്. അത്യാവശ്യം നല്ലൊരു സ്പേസ് ആയിട്ടുള്ള ബാഗാണ്. നല്ലൊരു ഗോൾഡൻ ബട്ടൺ ഒക്കെ ഇതിന്റെ ഫ്രണ്ടിലുണ്ട്. ഉള്ളിലാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. 2 കള്ളികളുണ്ട്. അതിന്റെ സെന്ററിലായിട്ട് ഒരു സിബ് വെച്ചിട്ട് വേറൊരു കള്ളിയുണ്ട്. സൈഡിൽ കുറെ പോക്കറ്റ്സും ഉണ്ട്. ഇത് അത്യാവശ്യം പെർഫെക്റ്റ് സൈസുള്ള ഒരു ബാഗാണ്. എന്നാൽ തന്നെ ഒരു ഇത്തിരി മീഡിയം സൈസുള്ള ബാഗാണ് ട്ടോ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊള്ളും. സ്റ്റഡി ആയിട്ടുള്ള ബാഗാണ്. അതാണ് എനിക്ക് ഈ ബാഗ് ഏറ്റവും ഇഷ്ടം. ഏതൊരു ഔട്ട്ഫിറ്റിനെയും ട്രെൻഡി ആക്കാനായിട്ട് ഈ ഒരു ബാഗിന് പറ്റും. നെക്സ്റ്റ് എൻ്റെ 13th ബാക്ക് പാക്ക് ആണ്. ഇതും ഒരു കുഞ്ഞു ബാക്ക് പാക്ക് ആണ്. ഇതിന്റെ ഷീൻ ഹോളിൽ നിങ്ങൾ ഈ ഒരു
ബാഗ് കണ്ടിട്ടുണ്ടാവും. ഇത് പെർഫെക്റ്റ് സൈസ് ആണെന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാളും കുഞ്ഞിതാണ് ഈ ബാഗ്. ഇത് കോഡ്രോയി മെറ്റീരിയൽ ആണ്, ഒരു ബ്ലഷ് പിങ്ക് കളറാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കുഞ്ഞ് പോമിന്റെ ഒരു ഇതുണ്ട്, ഹാങ്ങിങ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഇത് കാണാനായിട്ട്. പിന്നെ ഒരു കുഞ്ഞ് സ്ട്രാപ്പ്, ലെതറിന്റെ സ്ട്രാപ്പാണ് ഇതിന്റെ സിബിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സിബിന്റെ ഒരു കള്ളിയുണ്ട്, അതിന്റെ മുന്നിലായിട്ട് ഒരു കുഞ്ഞു പോക്കറ്റും കൂടി ഉണ്ട് കേട്ടോ, നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു പോക്കറ്റും കൂടിയുണ്ട്. ലെതർ ഫിനിഷ് ആണ്, ബ്ലാക്ക് ലെതറിന്റെ കുറെ ഡീറ്റെയിലിംഗ് ഈ ബാഗിൽ മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ നേരത്താണെങ്കിൽ തന്നെ ലാവിഷ് ആയിട്ടുള്ള സ്പേസ്, ഈ ഒരു കുഞ്ഞു ബാഗ് ആണെങ്കിലും അത് ലാവിഷ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. ഇതിന്റെ ഉള്ളിലാണെങ്കിലും സീക്രട്ട് പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ഇങ്ങനത്തെ സിബിന്റെ ഒരു പോക്കറ്റും ഉണ്ട്, അല്ലാണ്ട് തന്നെ ഒരു ചെറിയൊരു വേറൊരു പോക്കറ്റും ഈ ഒരു ബാഗിലുണ്ട്. മൊത്തം ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ബാഗാണ് കേട്ടോ. കുഞ്ഞു ബാഗാണെങ്കിലും അത്യാവശ്യം നല്ല ട്രെൻഡി ആയിട്ടുള്ള ബാഗാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പോകാൻ പറ്റിയ ഒരു കുഞ്ഞൊരു ബാക്ക് പാക്കാണ്. എൻ്റെ 14th ബാക്ക് പാക്ക് ആണ്, ലാസ്റ്റ് ബാക്ക് പാക്ക് ആണ്. ഇത് ഒരു PU മെറ്റീരിയൽ ഉള്ള ഒരു ബാക്ക് പാക്ക് ആണ്. ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു ഫോക്സിന്റെ, ഒരു വുൾഫിന്റെ തലയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. ശരിക്കും ആ കണ്ണ് കണ്ടിട്ടാണ് ഞാൻ ഈ ബാഗ് മേടിച്ചത്. സൈഡിൽ മൊത്തം സ്റ്റഡ് ഡീറ്റെയിലിങ്സും ഉണ്ട്. നല്ല ഭംഗിയാണ് മൊത്തത്തിൽ ഈ ഒരു ബാഗ് കാണാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ലാപ്ടോപ്പ് വരെ കൊള്ളണ ബാഗാണ് കേട്ടോ, സൂപ്പർ ആയിട്ടുള്ള ഒരു ബാഗാണ്. ആ ഒരു കണ്ണിന്റെ ഒറിജിനാലിറ്റി കണ്ടോ, അടിപൊളിയാണ് ഈ ബാഗ്. എല്ലാവരും ഒന്ന് നോക്കും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ. ഉള്ളിലാണെങ്കിലും അത്യാവശ്യം നമ്മുടെ സ്കൂൾ ബാഗിന്റെ സ്പേസ് ഉണ്ട് ഈ ഒരു ബാഗിൽ മൊത്തം. ഉള്ളിലാണെങ്കിലും 2 കള്ളികള്, സീക്രട്ട് കള്ളികളുണ്ട്. അത് മാത്രമല്ല ആ ഇപ്പൊ ഞാൻ തുറക്കുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ലാപ്ടോപ്പ് ഇട്ട് വെക്കാനുള്ള പോർഷനാണത്. അത്യാവശ്യം ലാപ്ടോപ്പ് വരെ കൊള്ളുന്ന ഒരു അടിപൊളി ബാഗാണത്. നമുക്കിപ്പം അത്യാവശ്യം ഇപ്പോൾ ഒരാളുടെ വീട്ടിലൊക്കെ പോയി നിൽക്കുവാണെങ്കിൽ തന്നെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇതിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. പെട്ടെന്ന് നോട്ടം കിട്ടുന്ന ടൈപ്പ് ഒരു ബാഗാണ് ഇത്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാഗ് കളക്ഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റുമായിട്ട് നമുക്ക് വരാം. നിങ്ങളപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാണ്ടിരിക്കുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ.